നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജെസൽ ഒപ്റ്റിക്കൽസ്. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. റാഷിം ഇക്ബാൽ രചിച്ച കൊച്ചി മിസ്റ്റിക എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. കൊച്ചിയുടെ ചരിത്ര വസ്തുക്കളെയും ചരിത്രങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് റാഷിം ഇക്ബാൽ രചിച്ച കാൽപ്പനിക കഥയായ കൊച്ചി മിസ്റ്റിക്കയുടെ പ്രകാശന കർമ്മം നടന്നു. ഹിസ്റ്ററി ആൻഡ് ഹെറിറ്റേജ് ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രകാശന കർമ്മം നടന്നത്. ചടങ്ങിൽ കൗൺസിലർ PM ഇസ്മുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ജനാർദ്ദൻ ഷണായി സ്വാഗതം ആശംസിച്ചു. പരിപാടി മുൻ കേന്ദ്രമന്ത്രി KV തോമസ് ഉദ്ഘാടനം ചെയ്തു. പണ്ട് ഞാൻ NK ലത്തീഫ് സാഹിബ് എഴുതിയ കണക്കുകളുടെ കുറിച്ചൊരു പുസ്തകം NK ലത്തീഫ് സാഹിബ് എഴുതി. അത് ഞാൻ പ്രയോജനപ്പെടുത്തി. അപ്പോഴാണ് എന്നോട് അബ്ദുള്ള പറഞ്ഞ ഭാഷയിൽ പുസ്തകം റിലീസ് ചെയ്യാൻ നോക്കിയത്. അങ്ങനെയാണെങ്കിൽ റാഷിം ഇക്ബാലിനോട് പറഞ്ഞ് ഒരു പുസ്തകം എനിക്കൊന്ന് കിട്ടിയാൽ കഴിക്കുന്നത്. പക്ഷേ വ്യത്യാസം ഞാൻ നേരം കൊടുക്കുമ്പോൾ കണ്ടത് റാഷിനെയാണ്. അതൊരു പുസ്തകം ഇത് മാസം വരണം. ഭാഗ്യത്തിന് PF മാത്യൂസ് പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. മോണി തോമസ് പുസ്തകം ഏറ്റുവാങ്ങി. ജനസമ്പർക്കത്തിന്റെ ഒരു മൂല്യമാണ് ഇവിടെ കാണുന്നത്. ഇനിയൊരു പുസ്തകം എഴുതുകയാണെങ്കിൽ അതിൻ്റെ പ്രകാശനത്തിന് വരുന്നത് വായിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിഭയുടെ ആദരാർത്ഥം, ബഹുമാനാർത്ഥം ആയിരിക്കണം എന്നുകൂടി ഒരു അഭ്യർത്ഥനയുണ്ട്. കൊച്ചി എപ്പോഴും എല്ലാവരും പറയാറുണ്ട് സംഗീതത്തിൻ്റെയും മറ്റ് കലകളുടെയും നാടകത്തിൻ്റെയും ഒക്കെ കേന്ദ്രമാണെന്ന് പറയാറുണ്ട്. സാംസ്കാരിക പ്രവർത്തകൻ റഷീദ് ഭട്ടാഞ്ചേരിയാണ് പുസ്തകത്തെ പരിചയപ്പെടുത്തിയത്. ഡെപ്യൂട്ടി മേയർ K ആൻസിയ, CPIM ജില്ലാ കമ്മിറ്റി അംഗം KM റിയാദ്, മുൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് KJ ആന്റണി, KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം, MD ആന്റണി, മാധ്യമപ്രവർത്തക സ്മിത ബഷീർ എന്നിവർ സംസാരിച്ചു. റാഷിം ഇക്ബാൽ പ്രതിസ്പന്ദനം നടത്തി. മലയാളിയുമായി നമ്മുടെ പൊതുസമൂഹം മാറുമ്പോൾ അതിൽ നിന്നെല്ലാം ഒരു വ്യത്യസ്തനായിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒരു പുതിയ വ്യക്തിത്വത്തിന് ഉടമയായ നമ്മുടെ പ്രിയ സുഹൃത്ത് റാഷിം ഇക്ബാൽ ഇന്ന് ഒരു നോവൽ നമ്മുടെ മുമ്പിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ റാഷിം ഇക്ബാൽ കൊച്ചിയുടെ സാമൂഹിക മേഖലകളിൽ അദ്ദേഹം ഒരു നിറസാന്നിധ്യമായി നിറഞ്ഞ ഒരു പൊതുപ്രവർത്തകനായി നമ്മളുടെ എല്ലാം ഉണ്ട് എന്നുള്ളത് അംഗീകരിക്കപ്പെടുന്നതിന് തെളിവാണ് ഇത്രയും വലിയൊരു ജനക്കൂട്ടം ഇവിടെ എത്തിച്ചേർന്നത്. നമുക്കറിയാം, വളരെ ചെറുപ്പകാലത്തിൽ തന്നെ അത്തരത്തിൽ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് പറയും. പക്ഷേ ഈ നോവലിൽ അതിൻ്റെ അന്തർധാര നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കൊച്ചിയുടെ ചരിത്രവുമായ ബന്ധം ഉള്ളതാണ്. ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ മുഖവുരയിൽ എഴുത്തുകാരൻ ഒരു കാര്യം പറയുന്നുണ്ട്. കൊച്ചിയിലെ ചരിത്രമായി എഴുതാൻ എനിക്ക് കഴിയില്ല. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.